ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയ്ക്കും ഉപമുഖ്യമന്ത്രി സുരേന്ദ്ര ചൌധരിക്കും നേരെ വധശ്രമം. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് ഇരുവർക്കും നേരെ വെടിവെപ്പുണ്ടായത്. പുറത്ത് കാത്തുനിന്ന അക്രമി ലോഡ് ചെയ്ത പിസ്റ്റളുമായി ഫറൂഖ് അബ്ദുള്ളയുടെ തൊട്ടടുത്തെത്തി വെടിയുതിർക്കുകയായിരുന്നു. അക്രമിയെ പിടികൂടി ഇയാളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, ഈ ആക്രമണം ഉണ്ടാകുന്നത് എങ്ങനെയായിരുന്നു? എന്തായിരുന്നു അക്രമിയുടെ ലക്ഷ്യം എന്നതിൽ എന്തെങ്കിലും വ്യക്തത ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ നാഷണൽ കോൺഫറൻസിന്റെ അധ്യക്ഷനുമായ ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് നേരെയും ഒപ്പം ഉപമുഖ്യമന്ത്രി സുരേന്ദ്ര ചൌധരിക്ക് നേരെയാണ് വധശ്രമം ഉണ്ടായത്. ഇന്നലെ ആണ് സംഭവം. ഗ്രേറ്റർ കൈലാഷ്, അതൊരു പോഷ് ഏരിയയാണ് ജമ്മുവിലെ. അവിടെ ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുവരും. ഇതിനിടയിൽ ഈ ചടങ്ങ് കഴിഞ്ഞ് വാഹനത്തിലേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ തൊട്ട് പുറകിൽ നിന്നൊരാൾ ഓടിയെത്തുകയും വെടിയുതിർക്കുകയും ചെയ്യുന്നത് കാണാം. പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് ഇടപെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന് വെടിയേൽക്കാതിരുന്നത് എന്ന് തന്നെ പറയാം. ഏതായാലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കമൽ സിംഗ് ജാംവാൾ എന്നാണ് ഇയാളുടെ പേര്. 63 വയസ്സ്. ഇയാൾ ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ 20 വർഷമായി താൻ ഫാറൂഖ് അബ്ദുള്ളയെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തനിക്ക് അത്തരത്തിൽ വ്യക്തിപരമായ വൈരാഗ്യം ഫാറൂഖ് അബ്ദുള്ളയോട് ഉണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പോലീസ് ഇപ്പോൾ പറയുന്നത് ഏതായാലും ഇതിൽ മറ്റു ഭീകരാക്രമണ സ്വഭാവം ഒന്നും തന്നെ ഇല്ല എന്ന പ്രതികരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് നിലവിൽ Z+ കാറ്റഗറി സുരക്ഷയുള്ള നേതാവാണ്. സ്വാഭാവികമായും NST കമാൻഡോകൾ അടക്കം അടങ്ങുന്നതാണ് ഈ Z+ കാറ്റഗറി. അപ്പോൾ അത്തരത്തിൽ വലിയ സുരക്ഷയുള്ളൊരു നേതാവിനെ എങ്ങനെ ഇത്തരത്തിലുള്ള ആൾക്ക് അവിടേക്ക് കടന്നു കയറാൻ എത്തി എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. മകനും മുഖ്യമന്ത്രി കൂടിയുമായ ഒമർ അബ്ദുള്ള തന്നെ ഇക്കാര്യത്തിൽ സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച ചോദ്യം ഇതിനോടകം തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോൾ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അനുശ്രീ, ശരി. രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.